ആറ്റിങ്ങൽ മണ്ഡലം ആരും തന്നെ കഴിഞ്ഞ തവണ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് വരെ BJPക്ക് ഒരു സാധ്യതയും കൽപ്പിച്ചാതിരുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 2,40,000-ഓളം വോട്ടുകൾ അവിടെ BJPക്ക് നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കൗണ്ടിങ് അവസാനിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ BJP നേടുന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ BJP നേടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന കണക്കുകൾ. എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറ പാകിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ. ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത്. CPM സമ്പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു. ഇത്തവണത്തെ വോട്ടിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ, നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കുമാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. ഈ വിജയത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വലിയ അളവ് വരെ ഇവിടെ സഹായകരമായിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ കേരള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഘടകത്തിന് വേണ്ടി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്, അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ വലിയ പ്രചാരണം കേരളത്തിൽ വിജയത്തിന് കാരണമായിരിക്കുന്നു. അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായിട്ടുള്ള NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ, അവർക്കും ഞങ്ങൾ ഈ വിജയം സമ്മാനിക്കുകയാണ്. അതേപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിൽ കഴിഞ്ഞ 5-6 പതിറ്റാണ്ടിനിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ജീവിതം അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീ KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസനെ പോലെ, പന്നിന്നൂർ ചന്ദ്രനെ പോലെയുള്ള നിരവധി വീരബലിദാനികളുടെ അവരുടെ മുന്നിൽ ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ രണ്ട് മുന്നണികൾക്കുമെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ കേരളത്തിലും BJPക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ ലഭിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. നന്ദി.